നമസ്കാരം. അരവിന്ദ് കെജ്രിവാളിൻ്റെയും മനീഷ് സിസോദിയയുടെയും കുറ്റവിമുക്തി നമ്മൾ ഇന്നലെ വിശദമായി സംസാരിച്ചതാണ് ഒരു വീഡിയോയിലൂടെ. ആ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, ഭരണകൂടത്തിൻ്റെ ഇമാതിരി ഇടപെടലുകളുടെ തുടർച്ചയായി മാധ്യമങ്ങൾ വിധേയപ്പെട്ട് നിൽക്കുന്നതിനെക്കുറിച്ചാണ്. അത് ദേശീയതലത്തിലുള്ള ഗോദി മീഡിയകൾ മാത്രമല്ല, നമ്മുടെ മലയാളത്തിലും നമ്മൾ ഭയങ്കര പ്രബുദ്ധമാണ് എന്ന് പറയുന്ന മലയാളത്തിലെ ചാനലുകളും പത്രങ്ങളും ഒക്കെ ഈ വിചാരണ കാലത്തെടുത്ത നിലപാടുകൾ നമ്മൾ നോക്കിയാൽ മതി. ഏറ്റവും ഒടുവിൽ വിധി വന്നതിന് ശേഷം എടുക്കുന്ന നിലപാടുകളിലും അപ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ ഓരോ പത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ പറയുന്നത്. ഒരുപക്ഷെ പത്രങ്ങളുടെ എഡിറ്റോറിയൽ മുഖപ്രസംഗങ്ങൾ നോക്കിയാൽ മതി. മുഖപ്രസംഗം എഴുതാൻ മടിക്കുന്ന പത്രങ്ങളുണ്ട്. കാരണം അത് പത്രത്തിൻ്റെ അഭിപ്രായമാണല്ലോ. അത് പറഞ്ഞിട്ട് പിന്നെ മോദിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഇന്നത്തെ പത്രങ്ങളുടെ മുഖപ്രസംഗങ്ങളിൽ എനിക്കേറ്റവും ശ്രദ്ധേയമായി തോന്നിയത് മാതൃഭൂമിയുടെ മുഖപ്രസംഗമാണ്. അതേസമയം മനോരമ മുഖപ്രസംഗമൊന്നും എഴുതിയിട്ടില്ല. അത് എല്ലാ കാലത്തും അങ്ങനെ പല മട്ടിൽ നമ്മൾ വിമർശിക്കപ്പെട്ട മനോരമയുടെ മുഖപ്രസംഗ കാലങ്ങളുണ്ട്. ഇന്നും അത്തരത്തിലൊരു വിമർശനത്തിന് വിധേയമാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. മനോരമയുടെ മുഖപ്രസംഗം എന്തായാലും ഈ കാര്യത്തിൽ അലോസരത്തിന് നിൽക്കുന്നില്ല എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എടുത്തു പറയേണ്ട ഉറച്ച നിലപാടിൽ എഴുതിയ മാതൃഭൂമിയുടെ മുഖപ്രസംഗമുണ്ട്. ഒപ്പം മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നുണ്ട്. ആദ്യം ഞാൻ മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ മുഴുവൻ ഭാഗമില്ല, 2 പാരഗ്രാഫ് മാത്രം. പ്രസക്തമായ കാര്യം അവർ ഉറച്ചു പറയുന്ന, ഒരുപക്ഷെ മലയാളത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന വിമർശനങ്ങൾ ഉയരുമ്പോഴും പ്രസക്തമായ നിലയിൽ മാതൃഭൂമി ഈ കേസിനെ സമീപിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ടുകൂടിയാണ് ആ ഭാഗം ഞാൻ പറയുന്നത്. മാതൃഭൂമി എഴുതുന്നു, അരവിന്ദ് കെജ്രിവാളിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആം ആദ്മി പാർട്ടിയുടെയും അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തകർക്കുക എന്നത് BJPയുടെ രാഷ്ട്രീയ ഉദ്ദേശ്യമായിരുന്നു. ഈ ആരോപണം ഉയർന്നിരുന്നു. ഡൽഹി മദ്യനയ കേസ് അതിന് വീണ് കിട്ടിയ അവസരവുമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കേസിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. 2023 തന്നെ മനീഷ് സിസോദിയ അറസ്റ്റിലായിരുന്നു. മദ്യനയ കേസുണ്ടാക്കിയ പ്രതിച്ഛായ നഷ്ടമാണ് കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAPക്ക് ഡൽഹി ഭരണം കൈവിട്ടുപോയതിനുള്ള പ്രധാന കാരണം. 1998 ശേഷം ആദ്യമായി അവിടെ BJP ഭരണത്തിലേറുകയും ചെയ്തു. കേസിൽ വിചാരണ കോടതിയുടെ വിധി വന്നതോടെ CBIയെയും EDയെയും മറ്റും ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എതിരാളികളെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു എന്ന ആരോപണത്തിന് വിശ്വാസ്യത കൈവരികയാണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്തത് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പായിരുന്നു. മൂപ്പര് പിന്നെ മുന്നണി മാറി അങ്ങോട്ട് പോയതുകൊണ്ട് കേസിൽ നിന്ന് മുക്തനായി. 2014 നരേന്ദ്രമോദിയുടെ ആദ്യ സർക്കാർ അധികാരമേറ്റതു മുതലുള്ള 12 വർഷം കൊണ്ട് 200ഓളം കേസുകളാണ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പേരിൽ ED രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 95% പ്രതിപക്ഷ നേതാക്കളുടെ പേരിലാണ്. ഇവയിൽ വെറും 2 കേസുകളിലാണ് ഇതുവരെ പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന പ്രതിപക്ഷ നേതാക്കൾ BJPയുടെയോ ഭരണമുന്നണിയായ NDAയുടെയോ ഭാഗമായി കഴിഞ്ഞാൽ കേസുകൾ ഇല്ലാതാകുന്നതും കണ്ടുവരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPAയുടെ 10 വർഷ ഭരണക്കാലത്ത് 26 രാഷ്ട്രീയ നേതാക്കളുടെ പേരിൽ ED കേസെടുത്തു. അതിൽ 14 പേരായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്ത് ഉള്ളവർ. മദ്യനയ കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് CBI അറിയിച്ചിട്ടുണ്ടെങ്കിലും കേസിൽ വിചാരണ കോടതി നടത്തിയ വിധി പ്രസ്താവം CBIക്ക് മാത്രമല്ല കേന്ദ്ര സർക്കാരിനും തിരിച്ചടിയാണ്. കേന്ദ്ര സർക്കാരിനും BJPക്കും അതൊരു ധാർമ്മിക പ്രഹരം കൂടിയാണ് എന്ന് മുഖപ്രസംഗത്തിൽ വ്യക്തമായി തന്നെ മാതൃഭൂമി നിലപാടെടുക്കുന്നു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ പലതവണ ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോയിൽ മാത്രമല്ല, നേരത്തെ ഈ കേസ് ചർച്ചയിലുള്ള സമയത്തും പറഞ്ഞിരുന്നു, ഒരു സർക്കാരിൻ്റെ നയത്തിൻ്റെ പേരിൽ ആ സർക്കാരിനെ നേതൃത്വം നൽകുന്ന ആൾക്കെതിരെ എങ്ങനെ കേസെടുക്കും എന്നുള്ള അത്ഭുതകരമായ ചോദ്യമാണ്. അതായത് ആ സർക്കാരിനെ ജനം തിരഞ്ഞെടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചൊരു നയം ഉണ്ടാക്കാനും ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണനിർവഹണം നടത്താനുമാണ്. ആ നയം രൂപീകരിച്ചത് ഇന്ന രീതിയിൽ അഴിമതിക്ക് സാധ്യതയുള്ളതാണ്, അതുകൊണ്ട് അതിൽ അയാളോട് പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞൊരു ഗൂഢ പദ്ധതി, ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കിയിട്ട് ഒരാൾ അകത്തിടാൻ സംഗതി എളുപ്പമാണ്. അതാണ് ഡൽഹിയിൽ നടന്നത്. എന്നാൽ നയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ഇമാതിരി കലാപരിപാടി നടത്താൻ പറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. നയം ഫലിക്കാത്തത് കുറ്റകൃത്യമല്ല എന്ന കോടതിയുടെ ആ വിധി പ്രസ്താവത്തിലെ ഭാഗം മാതൃഭൂമി പ്രത്യേകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആ റിപ്പോർട്ടിലെ ഒരു ഭാഗം വായിക്കാം. വികസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ നയങ്ങൾ മാറ്റുന്നത് പതിവാണെന്ന് ഡൽഹി മദ്യനയ കേസിൽ പ്രത്യേക കോടതി ചൂണ്ടിക്കാണിച്ചു. നയം കൊണ്ട് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല എന്നതുകൊണ്ട് മാത്രം അത് കുറ്റകൃത്യമാവില്ല. സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനും നിയന്ത്രണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും പൊതുക്ഷേമ ലക്ഷ്യങ്ങൾക്കുമെല്ലാം നയമുണ്ടാക്കും. അതുകൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ നിയമപരമായി ലാഭമുണ്ടാക്കി എന്നതുകൊണ്ട് ക്രിമിനൽ കുറ്റം ആകില്ല. അധികാരം ദുർവിനിയോഗം ചെയ്തതിനോ നേരിട്ട് നേട്ടമുണ്ടാക്കിയതിനോ
തെളിവുകൾ ആവശ്യമാണ് എന്ന് കോടതി പറഞ്ഞു. മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങി 23 പ്രതികളെയും വെറുതെ വിടുമ്പോൾ ആ ഉത്തരവിൽ ഈ നയപരമായ കാര്യത്തെക്കുറിച്ചുള്ള കുറ്റപത്രത്തിലെ പ്രധാന പരാമർശത്തെ കോടതി ഖണ്ഡിക്കുകയാണ്. ഗുരുതരമായ സംശയം പോയിട്ട് പ്രഥമ ദൃഷ്ട്യാ സംശയിക്കത്തക്ക തെളിവ് പോലും പ്രോസിക്യൂഷന് കണ്ടെത്താനായില്ല. മദ്യനയം ഉണ്ടാക്കിയത് കൂട്ടായ തീരുമാനത്തിലൂടെയാണ്. ഒട്ടേറെ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം അതിലുണ്ട്. നയരൂപവൽക്കരണത്തിൽ പങ്കെടുത്തതു എന്നതുകൊണ്ട് മാത്രം ക്രിമിനൽ ഗൂഢാലോചനയാവില്ല. നയരൂപവൽക്കരണ നടപടിക്രമങ്ങളിൽ തെറ്റുണ്ടായിട്ടില്ല എന്ന് രേഖകളിൽ വ്യക്തമാണ്. നിയമപരമായി ഉണ്ടാക്കുകയും നടപ്പാക്കുകയും ചെയ്ത നയം കൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് നേട്ടമുണ്ടായി എന്ന കാരണത്താൽ അവരെ ക്രിമിനൽ വിചാരണ ചെയ്യാനാവില്ല. അനീതി എവിടെയുണ്ടെങ്കിലും അതെല്ലായിടത്തും നീതിക്ക് ഭീഷണിയാണെന്ന മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിൻ്റെ വാക്കുകളും പ്രത്യേക ജഡ്ജി ജിതേന്ദ്ര സിംഗിൻ്റെ വിധിയിൽ ഉദ്ധരിച്ചു. നയം എങ്ങനെ ഒരാളെ കൊടുക്കാൻ ഉപയോഗിക്കാമെന്നുള്ളതിൻ്റെ ക്ലാസ് ഉദാഹരണമാണ് ഡൽഹിയിൽ നമ്മൾ കണ്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ പേരിൽ ഒരു കേന്ദ്രമന്ത്രിയെ അകത്തിടാൻ, അതിന് മേലെ നമ്മൾ ഇന്ത്യയിൽ വേറെ അധികാര കേന്ദ്രം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണല്ലോ, അങ്ങനെ അകത്തിടാൻ പോയാൽ എന്തായിരിക്കും സ്ഥിതി? സമാന സംഭവമാണ്. ഇതിന് ഒരു മുഖ്യമന്ത്രി ആ സർക്കാരിൻ്റെ ഭാഗമായി ഒരു നയം രൂപവൽക്കരിച്ച് നടപ്പാക്കി അതിൻ്റെ പേരിൽ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് മൂപ്പരെ അകത്തിടുക എന്നുള്ളത് ഒറ്റൊരു കാരണമേ ഉള്ളൂ. പ്രതിപക്ഷ സഖ്യങ്ങളിലെ ആളുകളെ, പാർട്ടികളിലെ നേതാക്കളെ അവരെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഏജൻസികളെ ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണ് എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനം, ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലാകെ പ്രതിപക്ഷം ഭരിക്കുന്ന കൂടുതൽ സംസ്ഥാനങ്ങളിൽ സൗത്തിലാണല്ലോ, നമ്മുടെ തെക്കേ ഇന്ത്യയിലാണ് നമുക്കറിയാം. കേരളം, തമിഴ്നാട്, ഇപ്പോൾ കർണാടകം, ഒപ്പം തെലങ്കാന ഒക്കെ ഉണ്ട്. സംഘപരിവാറിൻ്റെ സമീപനത്തിലാകെ ഒരു സൗത്ത് വിരുദ്ധത നമുക്ക് കാണാൻ കഴിയും. എല്ലാ കാര്യത്തിലും, ഭരണനിർവഹണത്തിൽ, ബജറ്റിൽ, അല്ലാണ്ട് ഡേ ടു ഡേ സർക്കാരിൻ്റെ ഇടപെടലൊക്കെ കാണാൻ കഴിയും. അത് ഈ അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിലും കഴിയും. ഇപ്പോൾ സ്റ്റാലിനെതിരായ നീക്കം, കേരളത്തിൽ പിണറായി വിജയനെതിരായ നീക്കം, ഇങ്ങനെ പല മട്ടിൽ കാണാൻ പറ്റും. ഈ ഡൽഹിയിലെ ഒരു മുഖ്യമന്ത്രിക്ക് എതിരായ നീക്കത്തിൻ്റെ ഭാഗമായി സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഈ വിദ്വേഷത്തിൻ്റെ അംശം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. സൗത്ത് 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 എന്ന് നിരന്തരം ആവർത്തിച്ച് കെജ്രിവാളിനെ സൗത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള നീക്കം ഈ കുറ്റപത്രത്തിൽ നീണ്ട തോതിലുള്ള വാചകങ്ങളായി അടയാളപ്പെടുത്തിയതാണ്. ഇതിനെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു എന്ന് മൂന്നാമതായി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റൊരു അനുബന്ധ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. സൗത്ത് ഗ്രൂപ്പ് എന്ന പ്രയോഗത്തെ വിമർശിച്ചു കോടതി എന്ന് മാതൃഭൂമിയിൽ മറ്റൊരു വാർത്തയുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: കുറ്റപത്രത്തിൽ പലയിടത്തും സൗത്ത് ഗ്രൂപ്പ് എന്ന് ആവർത്തിച്ചു പറയുന്നതിനെ കോടതി വിമർശിച്ചു. പ്രാദേശികമായി ഇത്തരം ലേബലുകൾ അനാവശ്യമാണ് എന്ന് കോടതി പറഞ്ഞു. അതേസമയം പ്രോസിക്യൂഷൻ്റെ വ്യാഖ്യാനങ്ങളിൽ എവിടെയും നോർത്ത് ഗ്രൂപ്പ് എന്നോ മറ്റേതെങ്കിലും തരംതിരിക്കലോ കാണാനില്ല എന്നും കോടതി പറഞ്ഞു. മദ്യനയം കൊണ്ട് നേട്ടമുണ്ടാക്കിയ കമ്പനികളും പ്രതികളിൽ ചിലരും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരാണ് എന്നതാണ് സൗത്ത് ഗ്രൂപ്പ് എന്ന പ്രയോഗത്തിന് പിന്നിൽ. ക്രിമിനൽ നടപടികൾ തെളിവിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം. നിയമപരമായി നിലനിൽക്കുന്ന അടിസ്ഥാനമില്ലാതെ തുടർച്ചയായി ഇത്തരം ലേബൽ ഉപയോഗിക്കുന്ന അനാവശ്യമായ മുൻവിധി ഉണ്ടാക്കും എന്നും കോടതി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ നിരന്തരമായ സംഘപരിവാർ പ്രതിനിധികൾ, BJP സർക്കാരിലെ ആളുകൾ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും പറയും. ഇപ്പോൾ കേരളമൊക്കെ ഒരു കാര്യം പറഞ്ഞു, കേരളം വേറെ തന്നെയല്ല, നമ്മൾക്ക് ഇന്ത്യയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല, നിരന്തരം പറയും. യഥാർത്ഥത്തിൽ അങ്ങനെ പറയേണ്ട സാഹചര്യം അവർ ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ മികവുകൾ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ മികവുകൾ എല്ലാ തരത്തിലും മറ്റ് വടക്കേ ഇന്ത്യയിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നതും ഇതിനെതിരായിട്ടുള്ള ഭരണകൂട ഇടപെടലുകൾ നടത്തുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ബഡ്ജറ്റിലെ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുക, നിരന്തരമായി ഡേ ടു ഡേ കാര്യങ്ങളിൽ ഭരണനിർവഹണത്തിലൊക്കെയുള്ള അവഗണന, ആവശ്യങ്ങളെ അവഗണിക്കുക. വയനാട്ടിൽ പോലും 5 പൈസ തരാത്ത, ഇവിടെ വന്ന് ഫോട്ടോ എടുത്തു പോയ പ്രധാനമന്ത്രി സർക്കാരാണുള്ളതെന്ന് നമുക്കറിയാലോ. ആത്യന്തികമായി ഇന്ത്യയാകെ ഒരു പ്രതിപക്ഷ ശക്തിയുടെ ഏകീകരിക്കപ്പെട്ട കാഴ്ചപ്പാടിൻ്റെ അഭാവം നമുക്ക് പലപ്പോഴും കാണാൻ കഴിയാറുണ്ട്. ഇന്ത്യ മുന്നണി ഒരു ഘട്ടത്തിൽ ശക്തമായിരുന്നു. അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതുമാണ്. എന്നാൽ അതിനുശേഷം ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. ചിന്നിച്ചിതറിപ്പോകുന്നു പ്രാദേശിക താല്പര്യങ്ങൾ. ഇപ്പോൾ കെജ്രിവാളിനെതിരായ കോൺഗ്രസിൻ്റെ നീക്കം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തൊഴുത്തിൽ കുത്തുകൾ. ഇതിനപ്പുറത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഇമാതിരി ഏജൻസികളെ മുന്നോട്ട് വെച്ചുള്ള നീക്കങ്ങൾക്കെതിരായ പോരാട്ടം ഈ മട്ടിലൊക്കെ പോയാൽ എങ്ങും എത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ കുറ്റവിമുക്തി വലിയൊരു പാഠമായി നിൽക്കുന്നതും അതുകൊണ്ടാണ്. നന്ദി, നമസ്കാരം.